തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. നാളെ കൊട്ടിക്കലാശം ഈ സമയത്തോടെ ഏതാണ്ട് പൂർത്തിയാകുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ വിവിധ മണ്ഡലങ്ങളിലെ ഏറ്റവും ഒടുവിലത്തെ പ്രചാരണം എങ്ങനെയാണ് എന്നത് തത്സമയം പരിശോധിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് കണ്ണൂരിലേക്ക്. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി. സജോ, കണ്ണൂരിൽ KPCC അധ്യക്ഷൻ മത്സരിക്കുന്നു. എന്നാൽ എതിരാളിയായി പാർട്ടി രംഗത്തിറക്കിയിട്ടുള്ളത് ഏറ്റവും ജനകീയനായ MV ജയരാജനെ. അപ്പോൾ ഇവർ തമ്മിലുള്ള വലിയൊരു കടുത്ത പോരാട്ടം അവിടെ നടക്കുന്നുണ്ട് എന്നതിന്റെ ഫീലാണോ നമുക്ക് കിട്ടുന്നത്? അനുജ, കണ്ണൂർ ജില്ല പൊതുവെ ഇടതുകോട്ട എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇത്തവണ പക്ഷേ ഒരു എൽ ക്ലാസിക്കോ മത്സരത്തേക്ക് തോന്നിപ്പിക്കും വിധം തൊട്ടടുത്ത സമീപ മണ്ഡലത്തിൽ നടക്കുന്നതിൻ്റെ ഒരു ചെറുപതിപ്പ് എന്തായാലും കണ്ണൂരിലുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. നേരത്തെ പതിവിൽ നിന്നൊക്കെ വ്യത്യസ്തമായും അവസാന നിമിഷം വരെയും ഇപ്പോഴും ആ മത്സരത്തിൻ്റെ ഒരു സസ്പെൻസ്, ജയപരാജയങ്ങളുടെയൊക്കെ ഒരു സസ്പെൻസ്, പോരാട്ടത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കും വിധമുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്നതാണ് പ്രധാനം. UDFനെ സംബന്ധിച്ച് അവർ സ്ഥാനാർത്ഥി, അവരുടെ K സുധാകരൻ എന്ന സ്ഥാനാർത്ഥി തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. K സുധാകരൻ്റെ തലപ്പൊക്കത്തിൽ അവർ പ്രതീക്ഷ അർപ്പിക്കുന്നു. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് പഴയ തലപ്പൊക്കമുണ്ടോ? പഴയ അതേ നിലയ്ക്ക് കഴിഞ്ഞ തവണ 94,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു. അതൊക്കെ ഇത്തവണയും സാധ്യമാകുമോ എന്നൊരു ചോദ്യമുണ്ട്. അതിൽ UDFനെ ആശങ്കപ്പെടുത്തുന്ന LDF പ്രതീക്ഷ വയ്ക്കുന്ന ഒരു കാര്യം, ലീഗ് വോട്ടുകളിൽ വിള്ളലുണ്ടാകും എന്ന ഒരു പ്രതീക്ഷ LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒപ്പം മലയോര വോട്ടുകളിലുമൊക്കെ വിള്ളലുണ്ടാക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമാണ്. CPMനെ സംബന്ധിച്ച് സുധാകരൻ ഒത്ത എതിരാളി കണ്ണൂരിലെ പാർട്ടിയുടെ, രാജ്യത്ത് തന്നെ CPMന് ഏറ്റവും ശക്തിയുള്ള പാർട്ടിയുടെ അമരക്കാരൻ MV ജയരാജൻ തന്നെയാണ് മത്സര രംഗത്തുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ, അതായത് CPIM സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും LDF കൺവീനറും ഒക്കെ വോട്ട് ചെയ്യുന്നത് ഈ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ അവരുടെയൊക്കെ നിയമസഭാ മണ്ഡലങ്ങൾ ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കൂടി ഭാഗമാണ്. അങ്ങനെ ഒരു സവിശേഷത ഉള്ള മണ്ഡലം കൂടിയാണ്. അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് പോരാട്ടമാണ്. ഇത്തവണ ജില്ലാ സെക്രട്ടറി തന്നെ രംഗത്തുണ്ട്. പാർട്ടി വോട്ടുകളിൽ കഴിഞ്ഞ തവണ ഒരു ചോർച്ചയുണ്ടായിരുന്നു. ഇക്കുറി അത് സംഭവിക്കില്ല എന്ന് LDF ഉറപ്പിച്ചു പറയുന്നു. അതിനപ്പുറത്തേക്ക് കുറച്ച് വോട്ടുകളിൽ കൂടി കടന്നു കയറാൻ കഴിഞ്ഞാൽ വിജയം നേടാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് LDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. പക്ഷേ മത്സര രംഗത്ത് ഈ ഇരു സ്ഥാനാർത്ഥികളെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് വെല്ലുവിളികളെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് പരമാവധി പ്രചരണ രംഗത്ത് എല്ലാ വോട്ടർമാരിലേക്കും കഴിയും വിധം എത്തിയിട്ടുണ്ട്. പക്ഷേ വലിയൊരു സസ്പെൻസ് മണ്ഡലം ഒളിപ്പിക്കുന്നു എന്നത് തന്നെയാണ് ഇത്തവണത്തെ സവിശേഷത.